നമ്മൾ നേരത്തെ നിയമസഭാ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് സഭാ സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ. സ്വാഭാവികമായും സഭാ സമ്മേളനം മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രതിപക്ഷം സഭയിൽ ഉയർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും അത് സജി ചെറിയാന്റെ വാചകങ്ങളായിരിക്കും. സജി ചെറിയാൻ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകങ്ങളായിരിക്കും. യഥാർത്ഥത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് എന്താണ്? മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഒരു മതപരമായ ധ്രുവീകരണം, ഒരു കമ്മ്യൂണൽ ഡിവൈഡ് അത് നടക്കുന്നുണ്ട് എന്നാണ് വളരെ കൃത്യമായി മന്ത്രി പറഞ്ഞു വെച്ചത്. അതൊരു വാസ്തവമാണ്. നമ്മുടെ നാട്ടിൽ മതപരമായ ധ്രുവീകരണം വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ മന്ത്രിയുടെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് അതിനെ വേറൊരു വഴിക്ക് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന് മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ വളച്ചൊടിച്ചു കൊണ്ടുപോകേണ്ടതാണോ മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ? ഇന്നലെ ഒരിക്കൽ കൂടി തന്റെ വാചകങ്ങൾക്ക് മന്ത്രി സജി ചെറിയാൻ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. നമുക്ക് മന്ത്രി സജി ചെറിയാൻ അത് വളരെ വ്യക്തമാക്കി താൻ പറഞ്ഞത് എന്താണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് കേട്ടതിന് ശേഷം നമുക്കതിന്റെ വിശദമായ ഒരു സാഹചര്യത്തിലേക്ക് വരാം. മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിലേക്ക്. പ്രതിഷേധിക്കേണ്ടതായ പ്രസ്താവന നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്. നമ്മുടെ രാജ്യത്ത് RSS ഉയർത്തുന്ന വർഗീയതയെ നേരിടാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച കഴിയത്തില്ല. അതിന്ന് കേരളത്തിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിപ്പിച്ചതിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നോ ഒരാൾ പോലും ഇല്ല. ഇത് കേരളത്തിൽ സംഭവിക്കരുത്. ഇവിടെ RSS ഉയർത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല. കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് കഴിയത്തുള്ളൂ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയത നേരിടാൻ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നടക്കില്ല എന്ന് വളരെ കൃത്യമായി തന്റെ വാചകങ്ങളിലൂടെ പറഞ്ഞു വെക്കുകയാണ്. ആ കമ്മ്യൂണൽ ഡിവൈഡ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിനെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ വേറൊരു വഴിക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇപ്പോൾ ഒരൊറ്റ മുസ്ലിം MPമാർ പോലും BJPക്കില്ല. അത് പറയുമ്പോൾ, അത് ചൂണ്ടിക്കാട്ടുമ്പോൾ ആ പറയുന്നവനെ ഹിന്ദു വിരുദ്ധനാക്കുക എന്നതാണ് BJP ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത്, സംഘപരിവാർ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രമെന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു വേർഷനാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. ലീഗിന്റെ നടപടികളെ വിമർശിച്ചാൽ, അവരുടെ നടപടികളെ ചോദ്യം ചെയ്താൽ, ആ ചോദ്യം ചെയ്യുന്നയാളെ മുസ്ലിം വിരുദ്ധനാക്കിക്കൊണ്ട് സംഘി ചാപ്പയടിച്ചു കൊടുക്കുക, വർഗീയവാദി ചാപ്പയടിച്ചു കൊടുക്കുക എന്നതാണ് ലീഗ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ഈ ചാപ്പയടിച്ച് നൽകുന്നത് കൊണ്ട് സത്യം പറയാതിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ അടക്കം കാര്യം എടുത്തുകൊണ്ടാണല്ലോ മന്ത്രി ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത്, ആ കാര്യത്തിൽ വിശദീകരിച്ചത്. ഇനി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറത്തിന്റെ ചില സ്ഥലങ്ങളിലും നടന്ന ചില ലീഗിന്റെ ചില പ്രചരണ പരിപാടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചില ലീഗ് നേതാക്കൾ വോട്ട് ചോദിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ഇനി ലീഗ് നേതാക്കൾ വോട്ട് ചോദിക്കുന്ന ഒന്ന് കാണാം. പറഞ്ഞു നടക്കുന്ന ആളുകളാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോക്കുന്ന ആളുകളാണ്. നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇസ്ലാമികമായ എല്ലാ ചര്യകളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ആ അർത്ഥത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഷാഹിനയെ പോലെ ഒരു യുവതിയെ ഈ വാർഡിനെ സേവിക്കാൻ പറ്റിയത്. ഒരു കാര്യം ഉത്തരവാദിത്തത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പറയാനിഷ്ടമെന്ന് വെച്ചാല് പിന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. നമ്മൾ ഈസാക്കി കഴിഞ്ഞാൽ വിഷയമാണ്. ഇപ്പോൾ 10 കൊല്ലം പിണറായി ഭരിച്ചു, കേരളം ഭരിച്ചു, 10 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ചു. ഈ 2 ഭരണത്തിലും നമ്മൾ ഇന്നുവരെ കാണാതെ പലതും കാണാൻ തുടങ്ങി. ഇപ്പൊ ഇതിന്റെ മുന്നേ പറഞ്ഞു പൗരത്വ ബില്ല്, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ അനുവദിക്കൂല. ഇപ്പൊ SIR വന്നെന്താണ്? SIR വന്നത് നമ്മൾ 500-ന്റെ 1000-ന്റെ നോട്ട് അന്ന് മരവിച്ച് അതേപോലെ നമ്മളൊക്കെ വോട്ടർ പട്ടികയിൽ തള്ളി. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി നമ്മൾ കുഞ്ഞു വോട്ടില്ല, വോട്ടവകാശമില്ല. അപ്പൊ ഈ തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ ഓല ലേബലിക്ക് സംഗതികൾ അങ്ങനെ പോകും. ഇപ്പൊ ഞമ്മക്കൊക്കെ ഇവിടെ ഇത് പിന്നെ പിടിച്ചു നിൽക്കുന്നത് എന്താ വെച്ചാല്, നമുക്ക് എങ്ങനെ എന്തെന്നെയാണ് വെച്ചാൽ നമുക്ക് ഒരു സംഘശക്തി ഇവിടെ ഉണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് സംഘശക്തി ഉണ്ട്. നമ്മൾ പൂർവികർ ഇവിടെ ഉണ്ടാക്കി തന്നൊരു സംഭവമാണ്. എന്താണ് ഓർക്കൊന്നും ഇതേപോലെ തന്നെ സംഘശക്തി ഇല്ലാത്തത് കൊണ്ടുണ്ടായ ഒരു സംഭവമാണ്. അല്ലാതെ മുസ്ലിങ്ങളില്ലായിട്ടോ ന്യൂനപക്ഷങ്ങളില്ലായിട്ടോ ഇതിലാറ് തിങ്ങി പറക്കുന്ന പല പ്രദേശങ്ങളുണ്ട്. അവിടെ ഒന്നും നമ്മളെ പോലെ ഒരു സംഘശക്തി ഇല്ല. അപ്പൊ ഇത് വിലപ്പെട്ട വോട്ടാണെന്ന് കരുതിയിട്ട് തന്നെ നിങ്ങൾ ആ വോട്ട് ഉപയോഗിക്കണം. വോട്ട് കോണി ചിഹ്നത്തിൽ കൊടുക്കണം. ഈ 3 വോട്ടും കോണിക്കന്നെ ചെയ്യാം. അതിനെ പറയാനുള്ളൂ. ഓക്കെ. മുസ്ലിം ലീഗിന്റെ 2 പ്രാദേശിക നേതാക്കൾ വോട്ട് ചോദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒന്നാമത് നമ്മൾ കണ്ടത് കാസർഗോഡ് നഗരസഭയിലെ 16-ാം വാർഡിൽ അവിടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, അതായത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അഷ്റഫ് എടനീർ വോട്ട് ചോദിക്കുന്നതാണ്. എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത്? 5 നേരം നിസ്കരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, മതപരമായ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ്. നോക്കൂ, ഒരു പള്ളി കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല അവിടെ നടക്കുന്നത്, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതാണ് സജി ചെറിയാൻ
ചൂണ്ടിക്കാണിച്ചത്. ഈ മതം പറഞ്ഞുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ധ്രുവീകരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? മറുഭാഗത്ത് BJP പറയുന്നത് എന്താണ്? നിങ്ങൾ നോക്കൂ, അവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വോട്ട് ചോദിക്കുന്നത് മതം പറഞ്ഞുകൊണ്ടാണ്. മുസ്ലിമിന് വേണ്ടി സംസാരിക്കാൻ അവിടെ ലീഗ് നേതാക്കളുണ്ട്, ഇവിടെ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ BJP-ക്കാരാണുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മറുഭാഗത്ത് BJP-ക്കാർ ലീഗിന്റെ ഈ പ്രചരണത്തെ നേരിടുന്നത്. ഈ കമ്മ്യൂണൽ ഡിവൈഡ് സംഭവിക്കുന്നുവെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വെച്ചത്. അതിനെയാണ് ഈ പറയുന്ന രീതിയിൽ വളച്ചൊടിച്ച് മറ്റൊരു വഴിക്ക് കൊണ്ടുപോയത്. അതാണ് കാസർഗോഡ് നഗരസഭയിൽ സംഭവിച്ചതും വളരെ വ്യക്തമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പ്രദേശം കൂടിയാണ് കാസർഗോഡ് നഗരസഭ എന്ന് പറയുന്നത്. ഷുക്കൂർ വക്കീലിനെ പോലുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മതേതരത്വം പറഞ്ഞു നടക്കുന്ന ആളുകളുടെ പ്രസക്തി ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, അത് ഗൗരവതരമായി കാണേണ്ടതാണ് എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വെച്ചത്. അതിനെ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളൊക്കെ വിമർശിക്കുകയുണ്ടായി. പക്ഷേ ചില സമയങ്ങളിൽ ഇന്നലത്തെ വളരെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരൊക്കെ സജി ചെറിയാൻ പറഞ്ഞത് ഒരു വസ്തുതയാണ്. ഒരു കമ്മ്യൂണൽ ഡിവൈഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ രണ്ടാമത്തെ പ്രചരണത്തിൽ നേതാവിന്റെ വാക്കുകൾ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അതിൽ പറയുന്നത് എന്താണ്? അതായത് SIR നടപ്പാക്കുന്നത് പിണറായിയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വോട്ടവകാശം ഇല്ലാതെ പോകും, അതുകൊണ്ട് നമ്മൾ സംഘടിക്കണം എന്ന് പറയുകയാണ്. നിങ്ങൾ ഓർത്ത് നോക്കൂ, പച്ചക്കള്ളമല്ലേ പറയുന്നത്? SIR നടപ്പാക്കുന്നത് പിണറായി വിജയനാണോ? അത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലല്ലേ? അത് ചൂണ്ടിക്കാണിച്ച് സ്വന്തം സമുദായത്തെ ബോധവൽക്കരിക്കാതെ അത് പിണറായിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന ഗീബൽസിയൻ തന്ത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വീരാളിപ്പട്ട് പുറച്ചു കിടക്കാൻ പോകുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് പറയണമല്ലോ. KM ഷാജി ആരാണ്? ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവല്ലേ? KM ഷാജി പറഞ്ഞത് എന്താണ്? മതമാണ് 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 മാത്രം പ്രശ്നമെന്നല്ലേ KM ഷാജി പറഞ്ഞത്? ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? ഈ ഭരണം പിടിക്കേണ്ടത് നമ്മുടെ സമുദായത്തിന് വേണ്ടിയാകണം, നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളുമുണ്ട്, അതിനുവേണ്ടി ഭരണം പിടിക്കണമെന്നല്ലേ KM ഷാജി പറഞ്ഞു വെച്ചത്? ആ KM ഷാജിയെ തിരുത്താൻ ഈ നിമിഷം വരെ പ്രതിപക്ഷ നേതാവിന് പറ്റിയിട്ടുണ്ടോ? പിന്നെ എന്തർത്ഥത്തിലാണ് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകും ഞാൻ, അതിൽ വീരാളിപ്പട്ട് പുറച്ചു കിടന്നാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 100% ഇരട്ടത്താപ്പാണ്. ഇതിനൊക്കെ പിന്നണി പാടാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുമുണ്ട്. അതുകൊണ്ട് സജി ചെറിയാനെ പോലുള്ളവർ തെറ്റിദ്ധരിക്കപ്പെടുകയും അവർ വിമർശിക്കപ്പെടുകയും ചെയ്യും എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ 2 ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുൻപിലേക്ക് ചൂണ്ടിക്കാണിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിൽ വലിയൊരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ട്, അതിലൊരു സംശയം വേണ്ട. പക്ഷേ അതിനെ നമ്മൾ ചെറുത്ത് നിൽക്കുന്നത് ഈ നാട്ടിൽ അടിയുറച്ചുള്ള ഒരു ഇടതുപക്ഷ ബോധ്യം ഇപ്പോഴും ബാക്കിയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഈ സാമുദായിക ധ്രുവീകരണത്തെ മറികടന്നു പോകാൻ നമുക്ക് കഴിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിന് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നുമല്ല മുന്നിൽ നിൽക്കുന്നത്, എക്കാലത്തും ഇടതുപക്ഷ പാർട്ടികൾ തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, തലശ്ശേരി കലാപം നടത്തിയത് CPIM ആണെന്ന് പറഞ്ഞു വെക്കുന്ന KM ഷാജിയെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു പ്രധാനപ്പെട്ട ചാനലിൽ. എന്തുമാത്രം വലിയ കള്ളമാണ് പറയുന്നത്. വിധേയത്തിൽ കമ്മീഷൻ ഉണ്ടല്ലോ, തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ആ കമ്മീഷൻ പറയുന്നത് എന്താണ്? CPIM-ന്റെ ഇടപെടൽ, ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ UMLA പിണറായി വിജയന്റെ ഇടപെടൽ ആ കലാപം ശമിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായി എന്നാണ്. ആ ഇടപെടലുകളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ. അങ്ങനെ ഔദ്യോഗിക രേഖകളടക്കം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ പച്ചക്കള്ളം ഈ ലീഗ് നേതാവ് നമ്മുടെ മുന്നിൽ നിന്ന് പറയുന്നത്. അതിനെ തിരുത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ? ഉത്തരം പറയട്ടെ എന്നേ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വീരാളിപ്പട്ട് പുറച്ചു കിടക്കണോ അതോ കീറത്തുണി പുറച്ചു കിടക്കണോ എന്ന്.